ഇപ്പം തന്നെ നമ്മൾ പ്രവർത്തനം വളരെ സജീവമായിട്ട് പോവാണ്. നിങ്ങൾ കണ്ടില്ലേ ഈ നട്ടുച്ച വേളയിലും ഈ ഒരു വലിയ ജനക്കൂട്ടം ഇതന്നെയാണ് എല്ലായിടത്തും. അപ്പോൾ അത് ഇനി ഇതിന് മറ്റ് പ്രവർത്തനങ്ങൾ നമ്മുടെ UDFൻ്റെ നേതൃത്വം ഇതാ നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ കൺവീനർ നോക്കണം, വെട്ടം വാലിക്കോയ സാഹിബ് അഡ്വക്കേറ്റ് പത്മകുമാറാണ് ചെയർമാൻ. അവർ പങ്കിട്ട് പോയത് പഞ്ചായത്താണ്, പഞ്ചായത്തിലെ ചെയർമാൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ് 90 കോടിക്കടുത്ത് വോട്ടർമാരുണ്ട്. പുതിയ വോട്ടർമാർ 1.5 കോടിക്ക് മുകളിലുണ്ട്. പൊതുവെ ഏറ്റവും രാജ്യത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ പൊന്നാനിയിലും ആ വിധത്തിൽ സ്ത്രീ വോട്ടർമാരും യുവ വോട്ടർമാരും ആയിരിക്കുമല്ലോ കൂടുതലുണ്ടാവുക. തീർച്ചയായിട്ടും സ്ത്രീ വോട്ടർമാർ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വോട്ടർമാർ, നമ്മുടെ പുതിയ തലമുറ എന്നൊക്കെ പറയുന്നത്, ഈ പുതിയ തലമുറ എന്നൊക്കെ പറയുന്ന ആഗ്രഹിക്കുന്ന ഒരു മാറ്റമുണ്ട്. രാജ്യം ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തോടൊപ്പമാണ് പുതിയ എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റം എന്ന് പറഞ്ഞാൽ ദേശീയ മാറ്റമാണല്ലോ, ഇത് ദേശീയ തെരഞ്ഞെടുപ്പാണല്ലോ, ലോക്സഭയിലേക്കാണല്ലോ. അത് കഴിയുന്ന ഇന്ത്യ സഖ്യമാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് വരണം, ഒരു മതേതര സർക്കാർ വരണം. അതാണ് UDF. അപ്പോൾ അതുകൊണ്ട് പുതിയ വോട്ടർമാരൊക്കെ വളരെ ചിന്തിക്കുന്നവരാണ്. പുതിയ കുട്ടികൾ, ചെറുപ്പക്കാരൊക്കെ വളരെ വളരെ ബോധവാന്മാരാണ്, വളരെ പ്രബുദ്ധരാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാർ വരെ വലിയ വലിയ രാഷ്ട്രീയം പറയുന്ന കാലമാണിത്. അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഡൽഹിയിലൊരു മാറ്റം. ഡൽഹിയിലെ മാറ്റത്തിലേക്കുള്ള ഒരേ ഒരു വഴി UDF ആണ്. കേരളത്തെ സംബന്ധിച്ച് UDF ആണ്. താങ്ക് യു.